ക്ഷേത്രോത്സവത്തിനിടെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കൊല്ലം മരുത്തടി ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. തടികൊണ്ട് തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കുന്നത്തൂർ സ്വദേശി ഹരികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. മദ്യപസംഘം പരിപാടിക്കിടെ ഹരികൃഷ്ണനുമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. വിനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, ഈ തല്ലിനുള്ള കാരണം എന്താണ് പ്രകോപനം ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഈ ഹരികൃഷ്ണൻ എന്ന വ്യക്തിക്ക് എങ്ങനെയുണ്ട് അവസ്ഥ? അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിശദാംശം? തീർച്ചയായും ഹരി, ഇത് കഴിഞ്ഞ ദിവസം ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഞായറാഴ്ചയാണ് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആക്രമണമാണ് ഇത് ശരിക്കും. അതായത് ഈ ഹരികൃഷ്ണന് 18 വയസ്സാണ് പ്രായം. ഹരികൃഷ്ണനും ജയകൃഷ്ണനും സഹോദരങ്ങളാണ്. ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ഉത്സവം കൂടാനായി എത്തിയതാണ്. അപ്പോൾ ഉത്സവത്തില് ഈ ഘോഷയാത്ര വരുന്ന സമയത്ത് കുറച്ച് മദ്യപ സംഘങ്ങളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. ഇതാണ് ഈ ഒരു അക്രമത്തിലേക്ക് വഴിവെച്ചത്. അങ്ങനെ ആ തർക്കത്തിന് ശേഷം പിന്നീട് ഈ അക്രമ സംഘങ്ങൾ ഇവരെ പിന്നീടും ക്ഷേത്ര പരിസരത്ത് വെച്ച് കാണുകയും മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും വീണ്ടും തർക്കത്തിലേർപ്പെട്ട് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 4 പേര്. അപ്പോൾ അതിൽ ക്രൂരമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. കയ്യിൽ കരുതിയ ഒരു കമ്പ് ഉപയോഗിച്ച്, ഒരു പട്ടികൾ കഷ്ണം ഉപയോഗിച്ച് ഈ ഹരികൃഷ്ണന്റെ തലയ്ക്കടിക്കുന്നതായിട്ടുള്ള ദൃശ്യം കാണാൻ കഴിയും. അതിന്റെ ശബ്ദം വരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കേൾക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ അവശനായി വീണ ഹരികൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവം നടക്കുന്നത് ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. മദ്യപസംഘത്തിന് നേരെ ഹരികൃഷ്ണൻ എന്ന യുവാവിന് 18 വയസ്സുകാരന യുവാനാണ് ഈ പരിക്കേൽക്കേണ്ടി വരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഹരികൃഷ്ണൻ. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ED ചോദ്യം ചെയ്യുന്നു. അല്പസമയം മുമ്പാണ് തന്ത്രി ED ഓഫീസിൽ ഹാജരായത്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, എന്താണ് നടക്കുന്നത്? ഹരി, അല്പസമയം മുമ്പാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ED ഓഫീസിൽ ഹാജരാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 3 ദിവസങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ഠരര് രാജീവരെ ഇവിടേക്ക് ED ഓഫീസിലേക്ക് ഹാജരായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്, 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ഠരര് രാജീവരാണെന്ന് പല പ്രതികളുടെയും മൊഴികളുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ അടക്കമുള്ളവരുടെ മൊഴികളിലെല്ലാം തന്നെ ഇതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്ന് അനുവദിക്കണമെന്ന് കുറിപ്പ് നൽകിയതും കണ്ഠരര് രാജീവരായിരുന്നു. എന്നാൽ ഇതാണ് പ്രധാനമായ ആക്ഷേപങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് താൻ നിയമപ്രകാരമുള്ള അനുജ്ഞയാണ് താൻ അനുസരിച്ചത് എന്നതും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടികൾ എന്നതുമായിരുന്നു അദ്ദേഹം ഇതിന് വിശദീകരണമായിട്ട് പറഞ്ഞിരുന്നത്. എന്തായാലും SIT കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഇപ്പോൾ ജാമ്യത്തിലുമാണുള്ളത്. ഈ കേസ് EDയിലേക്ക് വരുന്നതിനെ തുടർന്ന് ED പലരെയും തന്നെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം N വാസുവിനെ അടക്കം ഇവിടെ വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.